ദുബായ് ജനസംഖ്യ 40 ലക്ഷത്തിലേക്ക്. കഴിഞ്ഞ 14 വർഷത്തിനിടയിൽ ജനസംഖ്യ ഇരട്ടിയായി വർദ്ധിച്ചു. ദുബായ് സ്റ്റാറ്റിസ്റ്റിക്സ് സെന്ററിന്റെ കണക്കുകൾ പ്രകാരം 39,99,247 എമിറേറ്റിലെ ജനസംഖ്യ. എമിറേറ്റിലേക്ക് വിവിധ ലോകരാജ്യങ്ങളിൽ നിന്ന് താമസക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നതാണ് ജനസംഖ്യയിൽ പ്രതിഫലിക്കുന്നത്. 2011 ദുബായ് ജനസംഖ്യ 20 ലക്ഷം കടന്നത്. കോവിഡിന് ശേഷം ദുബായിയുടെ ജനസംഖ്യാ വർധനവിന് വേഗം കൂടിയിട്ടുണ്ട്. ഇന്ത്യ, UK, റഷ്യ, ആഫ്രിക്ക, തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതൽ പേർ ദുബൈയിലേക്ക് കുടിയേറുന്നത്. 2021 മാത്രം 30,000 ബ്രിട്ടീഷ് പൗരന്മാർ ദുബൈയിലേക്ക് കുടിയേറി. 2023 ഇത് 40,000 ഉയർന്നു. ദുബൈയിലെ കോടീശ്വരന്മാരുടെ എണ്ണവും കൂടുകയാണ്. 2024 കണക്കുകൾ പ്രകാരം 81,200 കോടീശ്വരന്മാരാണ് ദുബൈയിൽ ഉള്ളത്. ദുബൈയിൽ പുതിയ ഡ്രൈവർമാരുടെ പരിശീലനത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രയോജനപ്പെടുത്തി RTA. തദ്രീബ് എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് RTA ഇതിനായി ഉപയോഗിക്കുന്നത്. പ്രതിവർഷം 2 ലക്ഷത്തിലധികം പുതിയ ഡ്രൈവർമാർക്ക് പരിശീലനം നൽകാൻ കഴിയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് തദ്രീബ്. എമിറേറ്റിലുടനീളമുള്ള ഡ്രൈവിംഗ് സ്കൂളുകളെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ പരിശീലനവും യോഗ്യതാ പ്രക്രിയകളും പൂർണ്ണമായും ഡിജിറ്റൽവത്കരിച്ചു. പുതിയ ഡ്രൈവർമാരുടെ വിലയിരുത്തൽ പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആക്കിയെന്നും RTA അറിയിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് പ്ലാറ്റ്ഫോം പ്രവർത്തിക്കുന്നത്. എമിറേറ്റിലെ 3,400-ലധികം വരുന്ന പരിശീലകരെയും 3,000-ലധികം വരുന്ന ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളെയും പ്ലാറ്റ്ഫോമുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഓരോ വാഹനത്തിന്റെയും സഞ്ചാരപാത ട്രാക്ക് ചെയ്ത് പ്ലാറ്റ്ഫോമുമായി ബന്ധിപ്പിക്കും. തുടക്കം മുതൽ തന്നെ വിജയകരമായിട്ടാണ് പ്ലാറ്റ്ഫോമിന്റെ പ്രവർത്തനമെന്നും RTA വ്യക്തമാക്കി. റിയാദ് മെട്രോയിൽ ഇതുവരെ സഞ്ചരിച്ചവരുടെ എണ്ണം 100 ദശലക്ഷം കടന്നു. 9 മാസങ്ങൾ കൊണ്ടാണ് ഇത്രയും യാത്രക്കാർ മെട്രോ ട്രെയിനുകളിൽ സഞ്ചരിച്ചത്. 2024 ഡിസംബർ 1 റിയാദ് മെട്രോ സർവീസ് ആരംഭിച്ചത്. 99.7% കൃത്യനിഷ്ഠയിലാണ് റിയാദ് മെട്രോയുടെ പ്രവർത്തനം. ബ്ലൂ ലൈനിലാണ് കൂടുതൽ യാത്രക്കാർ സഞ്ചരിച്ചത്. 46.5 ദശലക്ഷം പേർ. റെഡ് ലൈനിൽ 17 ദശലക്ഷം യാത്രക്കാരും ഓറഞ്ച് ലൈനിൽ 12 ദശലക്ഷം യാത്രക്കാരും ഇക്കാലയളവിൽ സഞ്ചരിച്ചു. ഖസൽ അൽ ഹക്കം, കാഫ്ഡ, STC, നാഷണൽ മ്യൂസിയം തുടങ്ങിയ സ്റ്റേഷനുകളിലാണ് യാത്രക്കാർ കൂടുതൽ. ആകെ യാത്രക്കാരിൽ 29% പേരും ഈ സ്റ്റേഷനുകൾ വഴിയാണ് സഞ്ചരിച്ചത്. റിയാദ് തലസ്ഥാനത്ത് 176 കിലോമീറ്റർ ദൂരത്തിലാണ് മെട്രോ റെയിൽ ശൃംഖല നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ സ്വയം നിയന്ത്രിത റെയിൽ ശൃംഖലയാണ് റിയാദ് മെട്രോയുടേത്. 4 വർഷം കൊണ്ടാണ് റിയാദ് മെട്രോയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. NTV UAE to the world.